രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ കൃഷ്ണ, ഇത്രയും നല്ലൊരു ഭർത്താവിനെ എന്റെ ചേച്ചിക്ക് കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണോ നീ എന്റെ ചേച്ചിയെ ഇത്രയും കാലവും പരീക്ഷിച്ചത്? ഞാൻ ചേച്ചിയെ ഇത്രയും സന്തോഷിച്ച് കണ്ടിട്ട് വർഷങ്ങളായി. ആ സന്തോഷം ഇങ്ങനെ തന്നെ തുടരണേ ഭഗവാനെ. പെണ്ണ് കാണാൻ വരുന്ന കൂട്ടര് കല്യാണ തീയതി കുറിച്ചിട്ട് വേണം പോവാൻ. അതിന് നിന്റെ അനുഗ്രഹം വേണം കണ്ണാ. നിന്നെ ഉടയ്ക്കാനുള്ള സമയം അടുത്തു അല്ലേ കൃഷ്ണ? അപ്പു, അമ്പാടിക്ക് വെപ്പുകാല് വെക്കാനല്ലേ പോകുന്നത്, അല്ലാതെ ഉള്ളകാല് വെട്ടാനല്ലല്ലോ. പിന്നെന്തിനാ ഈ പാറു ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അമ്പാടി, ഞാൻ വെപ്പുകാല് വെച്ചിട്ട് ബെൽറ്റ് വലിച്ചു കെട്ടാൻ പോവുക. കുറച്ച് വേദന എടുക്കും, പേടിക്കാവുന്നില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ മോനെ, ഇനി നടന്നോ. അമൃത പിടിക്കണ്ട, അവൻ ഒറ്റയ്ക്ക് നടക്കട്ടെ. കുഴപ്പമില്ല. നടക്കുമോനെ, വലതുകാലം മുന്നോട്ട് വെച്ച് നടക്ക. സമയമെടുത്ത് പതുക്കെ മതി. അമ്മേ, ഞാൻ നടക്കുന്ന കണ്ടോ? കണ്ടു മോനെ, അമ്മയ്ക്ക് സന്തോഷായി. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. നന്ദി എന്നോടല്ല, പാറുവിനോടാ പറയേണ്ടത്. ഞാൻ പാറുവിനെ കണ്ടിട്ട് വരാം മോനെ. അതെ, മോൻ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് നടക്കാൻ പറ്റുമോ? നടക്കാം. എന്നാ ചെല്ല്, നടക്ക്. പാറു, അമ്പാടി നടക്കുന്ന കണ്ടോ? ദേ
ഇതിനെല്ലാത്തിനും കാരണം നീയാ പാറു. ഈ കടം ജീവിതകാലം മുഴുവൻ എടുത്താലും വീട്ടാൻ പറ്റില്ല. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഏ, അയ്യോ എന്താ ചേച്ചി ഇത്? എന്തിനാ ചേച്ചി എന്നെ മറ്റൊരാളെ പോലെ കാണുന്നേ? അമ്പാടി നടക്കണമെന്ന് ചേച്ചിയെ പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നത് നടന്നു. അതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞാ മതി. എനിക്ക് മോനും ദൈവം നിന്റെ രൂപത്തിലാ മോളെ വന്നത്. അപ്പോ അമ്പാടിയുടെ നടത്തം കണ്ടോ? എന്താ ഒരു സ്റ്റൈല്! കാല് കെട്ടിയതും ആളാകെ മാറിയല്ലോ. അമ്പാടിക്ക് എന്തായാലും സന്തോഷമായല്ലോ. പാറു, ഇനിമേല എന്നെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ ഒരിടത്തേക്കും പോകണ്ട. ഇനി മുതൽ ഞാനും നിങ്ങളുടെ കൂടെ പറമ്പിൽ ഓടി നടക്കും. സൈക്കിൾ മത്സരത്തിൽ നീ ജയിച്ചാൽ ഞാൻ ഡാൻസും കളിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഞാനും ചെയ്യും. നീ സ്കൂളിൽ പോയി നന്നായി പഠിക്കുന്ന പറയുന്ന ഞാൻ കരുതിയത്. നീ എന്താ പറമ്പിൽ ഓടി നടക്കും, ഡാൻസ് കളിക്കുന്നൊക്കെ പറയുന്നേ? നന്നായി പഠിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളെല്ലാരെയും വിട്ടിട്ട് പോയി ജോലി ചെയ്യേണ്ടി വരില്ലേ? അതെന്നെ കൊണ്ട് പറ്റില്ല. അവസാനം വരെ നമ്മൾ 4 പേരും ഇങ്ങനെ ഒരുമിച്ചുണ്ടാവണം. എന്റെ ഈ വെപ്പുകാല് കാരണം ഞാൻ നിങ്ങളെ പിരിയേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇത് ഞാൻ വേണ്ടാന്ന് വയ്ക്കും. കാലില്ലാതെ സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനൊന്നും പറയല്ല അമ്പാടി. നമ്മൾ അവസാനം വരെ ഈ നാട്ടിൽ ഒരുമിച്ചുണ്ടാവും. പോരെ? സന്തോഷായില്ലേ മക്കളെ? ഹലോ, ആ പറഞ്ഞു. അതെ, നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്ക്. ഞാൻ ഇപ്പൊ വരാം.